ഒരു 2-3 മാസത്തിൻ്റെ ഇടവേളയിൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനം കർണാടകയിൽ നമുക്ക് തൊട്ടപ്പുറത്ത് ഒന്ന് ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണത്തിന് സഭ സാക്ഷ്യം വഹിക്കുന്നു. തൊട്ടു പിന്നാലെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നുകയറിക്കൊണ്ട് അവരുടെ വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറുന്നു. ഇത് രണ്ടിനെയും രണ്ടായി തിരിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതേ കർണാടകയിൽ ഇതിന് തൊട്ടു മുൻപ് വന്നത് മുസ്ലിം ജനവിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നാക്രമണമായിരുന്നു. ഈ ഓരോ സംഭവങ്ങൾക്കു ശേഷവും കർണാടകയിൽ വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം ഇന്ത്യയിൽ സമീപകാലത്ത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏറ്റവും വലിയ കടന്നാക്രമണം നടന്നത് കർണാടകയിലാണ്. ഉത്തർപ്രദേശും ഗുജറാത്തും RSSന്റെ പരീക്ഷണശാലകൾ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ, തിക്തമായ അനുഭവങ്ങൾ, ഓർമ്മകൾ. നോക്കൂ, ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ആദ്യമായി BJPക്ക് കടന്നു കയറാൻ അവസരം ലഭിച്ചപ്പോൾ എത്ര ഫലപ്രദമായാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായ സംഘടിതമായ കടന്നാക്രമണങ്ങൾ നടക്കുന്നത്. പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാനുമായ സഖാവ് വീണ ജോർജ്, പ്രിയങ്കരനായ സഖാവ് S. സതീഷ്, ഏറെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി സഖാവ് വീണ ജോർജ്, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ് ഉൾപ്പെടെ ഈ വേദിയിലുള്ള DYFIയുടെയും പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും പ്രിയങ്കരായ നേതാക്കൾ, ഫാദർ മാത്യൂസ് വാഴക്കുന്നമുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട പോലൊരു ജില്ലയിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ ചലച്ചിത്ര രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയങ്കരനായ ഡോക്ടർ ബിജു ഈ സദസ്സിലുണ്ട്. ഈ സദസ്സിൽ മറ്റൊട്ടനവധി പേർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽപ്പെട്ടവർ DYFIയുടെ ക്ഷണം സ്വീകരിച്ച് ഈ സമ്മേളനത്തിന് ആതിഥേയത്വം വരുള്ളാനുള്ള സന്നദ്ധത അറിയിച്ച് ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മുഴുവൻ പേരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ചരിത്രമെന്ന കോഴിക്കോടിൻ്റെ പണ്ടിലാണ് DYFIയുടെ 14ാമത് സംസ്ഥാന സമ്മേളനം നടന്നത്. 2018 നവംബറിൽ നടന്ന ആ സമ്മേളനമെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, സഖാവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ DYFIയുടെ സംഘടനാ വിപുലീകരണമായിരുന്നു. കൂടുതൽ മേഖലയിലേക്ക് DYFIയുടെ പരിമിത വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് കൂടുതൽ എല്ലാ വിഭാഗങ്ങളിലേക്കും കൂടുതൽ എങ്ങനെയാണ് കടന്നു ചെല്ലാനാവുക, കൂടുതൽ ചെറുപ്പത്തെ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രതിബദ്ധതയോടെ പുരോഗമന പക്ഷത്ത് അണിനിരത്താൻ കഴിയുക, ഈ ലക്ഷ്യവുമായിട്ടായിരുന്നു DYFIയുടെ 14ാമത് സംസ്ഥാന സമ്മേളനം പിരിഞ്ഞത്. അഭിമാനത്തോടെ ഇന്ന് കേരളത്തിലെ യൗവനത്തിന് പറയാൻ കഴിയും, 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ DYFI ലക്ഷണമൊത്ത ഒരു യുവജന പ്രസ്ഥാനമായി കൂടുതൽ മികവാർന്ന നിലയിൽ അതിനെ മാറ്റിത്തീർക്കാനും സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയാർജിച്ചെടുക്കാനും സംഘടന കൂടുതൽ അംഗങ്ങളിലേക്കും കൂടുതൽ യൂണിറ്റുകളിലേക്കും വ്യാപിപ്പിക്കുവാനും കഴിഞ്ഞ ഒരു കാലത്താണ്. അതിൻ്റെ ആവേശകരമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് DYFI അതിൻ്റെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ ഒരുമിക്കാൻ പോകുന്നത്. DYFIയുടെ 11ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ വേദിയാകാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലെ കൽക്കത്തയാണ്. അതിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഈ കഴിഞ്ഞ 18-ന് കൽക്കത്തയിലെ സാൾട്ട് ലേക്കിൽ നടന്നു കഴിഞ്ഞു. DYFI 11ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് മുന്നോടിയായി 15ാമത് സംസ്ഥാന സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ വർത്തമാനകാല ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്? കെട്ടകാലമാണ്. അധ്യക്ഷ പ്രഭാഷകൻ ഇവിടെ സൂചിപ്പിച്ചു. ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകില്ല.
ഇന്ത്യൻ ഭരണഘടന വെല്ലുവിളി നേരിടപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭരണഘടന വെല്ലുവിളിക്കപ്പെടുന്നു എന്നത് മാത്രമല്ല, ഭരണഘടന തന്നെ ഇല്ലാതായേക്കുമോ എന്ന ആശങ്കയിലാണ് ഇന്നത്തെ ഇന്ത്യ കടന്നു പോകുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുണ്ട്. ആ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. തൊട്ടപ്പുറത്ത് കർണാടകയിൽ ഹിജാബ് വിവാദം ഈ സമീപകാലത്താണ് കത്തിക്കയറിയത്. അത് അവസാനിച്ചിട്ടില്ല. ഹൈക്കോടതി വാദമുഖങ്ങളെല്ലാം കേട്ട് വിധി പറയാൻ വേണ്ടി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ കാലത്ത് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇഷ്ടപ്പെട്ട മതാചാരങ്ങൾ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വരുന്നു എന്നുള്ളത് എത്ര കണ്ട് ആപൽക്കരമായൊരു സാഹചര്യമാണ്. മുസ്ലിം വേട്ടയോ മുസ്ലിം മതന്യൂനപക്ഷങ്ങളോടുള്ള സമീപനമോ മാത്രമല്ല, ഇതേ കർണാടകയിൽ ഇതിന് തൊട്ട് മുൻപ് കണ്ടതെന്താണ്? റൈറ്റ് ടു റിലീജിയൻ, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നാണ് പറയുന്നതെങ്കിലും മതപരിവർത്തനത്തെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധവും ഭരണഘടന ഉറപ്പു നൽകുന്ന ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാനുള്ള പരമമായ സ്വാതന്ത്ര്യത്തിന് മേൽ കടക്കൽ കത്തിവെച്ചുകൊണ്ടും ഒരു നിർമ്മാണം കൊണ്ടുവരികയാണ്. ഒരു 2-3 മാസത്തിൻ്റെ ഇടവേളയിൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനം കർണാടകയിൽ നമുക്ക് തൊട്ടപ്പുറത്ത് ഒന്ന് ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണത്തിന് സഭ സാക്ഷ്യം വഹിക്കുന്നു. തൊട്ടു പിന്നാലെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ കടന്നുകയറിക്കൊണ്ട് അവരുടെ വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറുന്നു. ഇത് രണ്ടിനെയും രണ്ടായി തിരിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതേ കർണാടകയിൽ ഇതിന് തൊട്ടു മുൻപ് വന്നത് മുസ്ലിം ജനവിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നാക്രമണമായിരുന്നു. ഈ ഓരോ സംഭവങ്ങൾക്കു ശേഷവും കർണാടകയിൽ വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം ഇന്ത്യയിൽ സമീപകാലത്ത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏറ്റവും വലിയ കടന്നാക്രമണം നടന്നത് കർണാടകയിലാണ്. ഉത്തർപ്രദേശും ഗുജറാത്തും RSSന്റെ പരീക്ഷണശാലകൾ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ, തിക്തമായ അനുഭവങ്ങൾ, ഓർമ്മകൾ. നോക്കൂ, ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ആദ്യമായി BJPക്ക് കടന്നു കയറാൻ അവസരം ലഭിച്ചപ്പോൾ എത്ര ഫലപ്രദമായാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായ സംഘടിതമായ കടന്നാക്രമണങ്ങൾ നടക്കുന്നത്. ക്രൈസ്തവ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു കർണാടകയിൽ. ക്രൈസ്തവാരാധനാലയങ്ങളിൽ നടന്നു വന്ന വിവിധ ആരാധനകൾക്ക് സമ്പൂർണമായ വിലക്കേർപ്പെടുത്തപ്പെടുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത്. ആപൽക്കരമായ രാഷ്ട്രീയ സാഹചര്യമാണിത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശരിയായ ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കരുത്ത് പകരുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ലളിതമായൊരു കാര്യം ഞാൻ ചോദിക്കുന്നു. കർണാടകയിലെ കലാലയങ്ങൾക്കുള്ളിൽ SFIക്ക് കരുത്തുണ്ടായിരുന്നുവെങ്കിൽ ഹിജാബിനേർപ്പെടുത്തിയ നിരോധനം അവിടെ സംഘപരിവാറിന് നടപ്പിലാക്കാൻ കഴിയുമായിരുന്നോ? കർണാടകയിലെ തെരുവുകളിൽ, ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്, ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ദളിതർ ആക്രമിക്കപ്പെടുന്നു, വേട്ടയാടപ്പെടുന്നു, ദളിത് വിവേചനം നേരിടുന്നു. DYFIയുടെ 11ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് കൽക്കത്ത വേദിയാകുമ്പോൾ ഈ സമ്മേളന കാലയളവിൽ DYFIക്ക് നഷ്ടപ്പെട്ട ഒട്ടേറെ സഖാക്കളുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു സഖാവാണ് തമിഴ്നാട്ടിലെ DYFIയുടെ ജില്ലാ ട്രഷററായിരുന്ന സഖാവ് അശോക്. സഖാവിന് അശോകനെ കൊന്നതാരാണ്? ദളിത് വിവേചനത്തിനെതിരായി നടന്ന പോരാട്ടത്തിലാണ്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. സ്വന്തം അമ്മയും കുട്ടി പൊതുനിരത്തിലൂടെ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടുത്തെ ജന്മിത്വത്തിനോട് പടപൊരുതിയാണ്, സവർണ മേധാവിത്വത്തിനോട് പടപൊരുതി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു സഖാവിന്. ഇത് DYFIക്ക് കരുത്തുള്ളിടങ്ങളിൽ മാത്രമാണ് ആത്മവീര്യത്തോടുകൂടി തല ഉയർത്തി നിൽക്കാൻ ദളിതന് ഇന്ന് കരുത്ത് പകരാൻ അവസരം കൊടുക്കുന്നത്. ഞാൻ ഒടുവിൽ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് വേണ്ടി ഹരിയാനയിൽ പോകുമ്പോൾ ഒരു കാരണവുമില്ലാതെ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു ദളിതനായ ചെറുപ്പക്കാരൻ്റെ മൃതശരീരം തെരുവിൽ കിടക്കുകയാണ്.
അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വരെ ആ മൃതശരീരം അടക്കം ചെയ്യില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ, അവിടുത്തെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ നേതൃത്വത്തിൽ ആ മൃതശരീരം, ഞാൻ ചെല്ലുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു, അപ്പോഴും ആ മൃതശരീരം അടക്കം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധമല്ല. സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിക്കൂ. ആദ്യം മൃതശരീരം ഏറ്റുവാങ്ങാൻ പോലും തയ്യാറാകാതെ ബന്ധുക്കളെ ഉൾപ്പെടെ അണിനിരത്തി പ്രതിരോധിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ വോളണ്ടിയർമാരെയും ഞാൻ നേരിട്ട് കണ്ടു. പ്രതിരോധങ്ങൾ ഉയർന്നു വരുന്നത് സംഘപരിവാരത്തിനോട്, വിവേചനങ്ങളോട് ഭയരഹിതമായി ജനാധിപത്യത്തിന്റെ വേദി ഉയർത്തി പ്രക്ഷോഭ മുഖങ്ങൾ തീർക്കുന്നത് ഡിവൈഎഫ്ഐ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഡിവൈഎഫ്ഐയുടെ ഇടതുപക്ഷത്തിന്റെ സജീവമായ സാന്നിധ്യം ഇന്ന് സംഘപരിവാരത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഇടമാണ് കേരളം. കേരളത്തിലെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് പത്തനംതിട്ട വേദിയാകുമ്പോൾ ആവേശകരമായ അനുഭവങ്ങളിലാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐ ഇവിടെ ഒരുമിച്ച് ചേരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഒരു ഭരണ തുടർച്ചയുണ്ടായ കാലം, അത് ഡിവൈഎഫ്ഐ എങ്ങനെയാണ് ആവേശഭരിതമാക്കുന്നത്? രണ്ടു കാര്യങ്ങൾ ഈ സമ്മേളന കാലയളവിൽ ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനത്തിന് ആവേശമാണ്. ഒന്ന്, കേരളത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഭരണ തുടർച്ചയും, മറ്റൊന്ന് ഇന്ത്യയിൽ കർഷകർ നടത്തി വിജയിച്ച ഐതിഹാസികമായ സമരവിജയവുമാണ്. ഇത് രണ്ടും യുവത്വത്തിന് നൽകുന്നത് ചെറിയ പ്രതീക്ഷയല്ല, വലിയ പ്രതീക്ഷയാണ്. ഭാവിയിലേക്ക് തല ഉയർത്തി നീങ്ങാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് യുവത്വത്തിന് നൽകുന്നത്. നോക്കൂ, കർഷക പ്രക്ഷോഭത്തിലേക്ക് കടന്നു വരൂ. ഇന്ത്യയിൽ കർഷകർ ഒരു വലിയ സമരം വിജയിച്ചിരിക്കുന്നു. ഏതാണ് ഈ കാലം? അരാഷ്ട്രീയവൽക്കരണത്തിന്റെ കാലം, ആഗോളവൽക്കരണത്തിന്റെ കാലം, എൻഡ് ഓഫ് ദി ഹിസ്റ്ററി, ചരിത്രം അവസാനിക്കുന്നുവെന്ന് മുതലാളിത്തം വിധി പറഞ്ഞ കാലം. ഇനി ഒരു സമരമേയില്ല, സമരവിജയമില്ല. സമരങ്ങൾ സൃഷ്ടിക്കുന്ന സംഘടനകൾക്ക് പോലും പ്രസക്തിയില്ല. സമരങ്ങളുടേതല്ല, ഇനിയുള്ളത് സമരസപ്പെടലുകളുടെ കാലമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു മുതലാളിത്തം. ഇനി സമരങ്ങളില്ല, ചരിത്രം അവസാനിക്കുകയാണ്. ഇതാ കാലങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിലെ കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നു, ചരിത്രം അവസാനിക്കുന്നില്ല, വർഗ സമരങ്ങൾ തുടരുകയാണ്, സമരങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് സമരസപ്പെടലുകളുടെ കാലമല്ല, വീറുറ്റ സമരങ്ങളുടെയും സമര വിജയങ്ങളുടെയും ഇതിഹാസ സമാനമായ കാലമാണിതെന്ന് ഈ നാട്ടിലെ കർഷകർ പ്രഖ്യാപിച്ച ഈ സമരവിജയം ഏറ്റവും കൂടുതൽ ആവേശഭരിതമാക്കുന്നത് ഇന്ത്യൻ യുവത്വത്തെയാണ്. തൊഴിലില്ലായ്മയ്ക്കെതിരെ ഉയരാൻ പോകുന്ന മഹാപ്രക്ഷോഭങ്ങൾക്കാണ് രാജ്യം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സഖാവ് വി ശിവദാസൻ രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചത് 63 ലക്ഷം ഒഴിവുകളാണ് ഇന്ത്യയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ, കേന്ദ്ര സർക്കാർ സർവീസ് സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2018-നും 2020-നും ഇടയിൽ ആത്മഹത്യ ചെയ്തവരുടെ പട്ടികയിൽ തൊഴിലില്ലായ്മ കാരണം ആത്മഹത്യ ചെയ്ത ചെറുപ്പത്തിന്റെ കണക്ക് 25,000-ലധികമാണ്. 1,00,000-ലധികം ചെറുപ്പക്കാർ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഔദ്യോഗികമായ കണക്ക് പ്രകാരം ഇന്ത്യയിൽ തൊഴിലില്ലാത്തത് കാരണം ആത്മഹത്യ ചെയ്ത നാട്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ CMI-യുടെ കണക്ക് പ്രകാരം 7.8% ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ തൊഴിലില്ലായ്മ കുതിച്ചുയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഏറ്റവും അധികമുള്ള സംസ്ഥാനങ്ങളേത്? ഏറ്റവും അധികമുള്ള സംസ്ഥാനം BJP ഭരിക്കുന്ന ഹരിയാനയാണ്. രണ്ടാമത്തേത് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനാണ്. എന്തുകൊണ്ട് തൊഴിലില്ലായ്മ സൃഷ്ടിക്കപ്പെടുന്നു? നയമാണ്. രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചു. കർഷകർ ആർക്കെതിരായിട്ടാണ് സമരം ചെയ്തത്? ആഗോളവൽക്കരണ കാലത്തെ സമരങ്ങൾക്കെല്ലാം ഒരു സവിശേഷതയുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് വാൾസ്ട്രീറ്റിൽ ഉയർന്ന സമരത്തിന്റെ മുദ്രാവാക്യം ഞങ്ങൾ 99%, നിങ്ങൾ 1% എന്നായിരുന്നു. ഇന്ത്യൻ കർഷകർ ആർക്കെതിരായാണ് സമരം ചെയ്തത്? ഒരു ഘട്ടമെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇനി ചർച്ചകളിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇരിക്കേണ്ട, ഇടനിലക്കാർ മാറി നിൽക്കൂ, ഞങ്ങൾ ഇനി ഭരണകർത്താക്കളോട് സംസാരിക്കാം. മാധ്യമങ്ങൾ ചോദിച്ചു, ഇന്ത്യയിലെ കൃഷി വകുപ്പ് മന്ത്രിയും ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിയും നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ ക്യാബിനറ്റ് മിനിസ്റ്റർമാർ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ബാധകമല്ല, ഇടനിലക്കാരാണ് അവരെന്ന് പറഞ്ഞവരോട് മാറി നിൽക്കാൻ പറയുന്നു, നിങ്ങൾ ഭരണക്കാരെ വിളിക്കുന്നു. ആരാണ് ഭരണക്കാർ? ഇന്ത്യൻ കർഷകർ പറഞ്ഞ ശ്രദ്ധേയമായ മറുപടി ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ റിപ്ലൈ. അവർ പറഞ്ഞു,
ഞങ്ങളിനി അംബാനിയോടും അദാനിയോടും ചർച്ച ചെയ്തു കൊള്ളാം, ഇടനിലക്കാരായ ഇവരോട് മാറി നിൽക്കാൻ പറയോ? ഇന്ത്യൻ കർഷകർ സമരവിജയം നടത്തിയത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളോടായിരുന്നു. ഓഫ് ദി പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നത് മാറി ഓഫ് ദി കോർപ്പറേറ്റ്, ബൈ ദ കോർപ്പറേറ്റ്, ഫോർ ദ കോർപ്പറേറ്റ്. പുതിയ കാല ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പുനർനിർവചനമാണിത്. ആ കോർപ്പറേറ്റ് വൽക്കരണമാണ് ഇന്ത്യയിലെ സ്ഥിരം തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ 9ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് ബാംഗ്ലൂർ വേദിയാകുമ്പോൾ അതിലുയർന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് കോൺട്രാക്ട് ലേബറിങ്ങിനെതിരായ പോരാട്ടമായിരുന്നു. കരാർ നിയമനം, രാജ്യത്തിന്റെ തൊഴിൽ സംസ്കാരത്തിൽ വന്ന മാറ്റം ഡിവൈഎഫ്ഐയുടെ 9ാമത് അഖിലേന്ത്യാ സമ്മേളനം ചർച്ച ചെയ്തു. കൊച്ചിയിൽ നടന്ന 10ാമത് അഖിലേന്ത്യാ സമ്മേളനം ചർച്ച ചെയ്തത്, പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത് ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ സംവരണം സാധ്യമാക്കണമെന്ന മുദ്രാവാക്യമാണ്. ഇന്ത്യയിൽ ആദ്യമായ ഒരു യുവജന സംഘടന സ്വകാര്യ മേഖലയിലെ നിയമനങ്ങളിൽ സംവരണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഡിവൈഎഫ്ഐ ആണ്. കൊച്ചിയിൽ നടന്ന ഡിവൈഎഫ്ഐയുടെ 10ാമത് അഖിലേന്ത്യാ സമ്മേളനമാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു മേഖലയാണത്. രാജ്യത്ത് അസമത്വം വർദ്ധിക്കുന്നു, എല്ലാ കണക്കുകളും അത് വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും മൈക്രോ മൈനോരിറ്റി, ചെറു ന്യൂനപക്ഷം എന്ന് പറയാവുന്ന ഒരു ചെറു അതിസമ്പന്നരുടെ കൈകളിലാണ് എന്നെല്ലാ കണക്കുകളും വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് ഈ അസമത്വം വർദ്ധിക്കുന്നത്? എങ്ങനെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുന്നത്? പഠിച്ച് അഭ്യസ്ത വിദ്യരായി മെറിറ്റിലൂടെ ഒരു സ്ഥിരം ജോലിയിലേക്ക് പ്രവേശിച്ച് ആ ജോലിയിലൂടെ ആർജിച്ചെടുക്കുന്ന വരുമാനം അത് അടുത്ത തലമുറയിലേക്ക് ആ മികവ് പ്രദാനം ചെയ്ത്, അങ്ങനെയാണല്ലോ തലമുറകളിലൂടെ മുൻപോട്ട് വരുന്നത്. 1991 കോൺഗ്രസ് നടപ്പിലാക്കി നാളിതുവരെ BJP തുടർന്നുകൊണ്ടിരിക്കുന്ന ന്യൂ ലിബറൽ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി അടച്ചുപൂട്ടപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യവൽക്കരിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവിടെ നഷ്ടപ്പെട്ട സ്ഥിരം തൊഴിലവസരങ്ങൾ എത്ര, അവിടെ നഷ്ടപ്പെട്ട സംവരണത്തിന്റെ അവസരങ്ങൾ എത്ര എന്നേക്കുമായി അവസാനിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ 10ാമത് അഖിലേന്ത്യാ സമ്മേളനമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു യുവജന സംഘടന സ്വകാര്യ മേഖലയിൽ സംവരണം വേണമെന്ന അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുകൊണ്ടത് നോക്കൂ, അതിന്റെ തുടർച്ചയിലാണ് 11ാമത് അഖിലേന്ത്യാ സമ്മേളനവും 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് നമ്മൾ വേദിയാകുന്നത്. രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയെ മുൻനിർത്തിയുള്ള മഹാപോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ യുവത്വം സന്നദ്ധമാകുമ്പോൾ കർഷക പ്രക്ഷോഭം ഞങ്ങൾക്ക് കൂടുതൽ ആവേശമായി മാറുകയാണ്. അതിന്റെ വിജയം ആവേശമായി മാറുകയാണ്. വരാനിരിക്കുന്ന ഇന്ത്യയിൽ കാണാനിരിക്കുന്നത് കർഷകർ നടന്നുപോയ സമരപാതയിലൂടെ ഇനി വിരിയാനിരിക്കുന്ന സമരവസന്തം ഇന്ത്യൻ യുവത്വത്തിന്റെ തൊഴിലില്ലായ്മയ്ക്കെതിരായ പടുകൂറ്റൻ പ്രക്ഷോഭങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നടന്നു തീർത്ത കർഷകരുടെ വഴികളിലൂടെ ഇതാ ഇരമ്പിയാർത്തു കടന്നു വരാൻ പോകുന്ന ലോങ് മാർച്ചുകൾ ഇന്ത്യൻ യുവത്വത്തിന്റെ തൊഴിലിന് വേണ്ടിയുള്ള മഹാ ലോങ് മാർച്ചുകളായിരിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണം ഞങ്ങളെ കൂടുതൽ പ്രതീക്ഷാ നിർഭരമാക്കുന്നു? ഇന്ത്യയിൽ ഒരു ബദൽ നിർമ്മിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് സാധിക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വേദിയിലുണ്ട്. നിയോ ലിബറൽ കാലത്ത് ആരോഗ്യമേഖല സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമേ അല്ല. സ്ഥിരം തൊഴിൽ കൊടുക്കുന്നത്, വിദ്യാഭ്യാസം കൊടുക്കുന്നത്, ആരോഗ്യ പരിപാലനം നിർവഹിക്കുന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമേ അല്ല എന്ന് നിയോ ലിബറൽ കാലം പറയുമ്പോൾ, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യം വേണമെങ്കിൽ അത് നിങ്ങളുടെ കീശയിലെ പണം കൊണ്ട് നിങ്ങൾ സ്വകാര്യ കമ്പോളത്തെ ആശ്രയിച്ച് നിർവഹിച്ചുകൊള്ളുക. അതെല്ലാം നോക്കി നടത്താനുള്ള ഏർപ്പാട് ഭരണകൂടത്തിനില്ലെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കൽ ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമല്ല. കോൺഗ്രസും BJPയും തുടരുന്ന ന്യൂ ലിബറൽ സാമ്പത്തിക നയത്തിന്റെ കാതൽ ഇതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിത്ഡ്രോവൽ ഓഫ് ദി സ്റ്റേറ്റ്, ഭരണകൂടത്തിന്റെ പിന്മടക്കം എന്നാണത് പറയുക. എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും സ്റ്റേറ്റ് പിന്മാറുന്നു. നോക്കൂ, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണ തുടർച്ച ഡിവൈഎഫ്ഐ ആവേശഭരിതമാക്കുന്നത് ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ കൂടുതൽ ആഴ്ന്നിറങ്ങുന്നു എന്നുള്ളതാണ്. ഉത്തരവാദിത്തങ്ങളിലേക്ക് നടക്കുന്നു. കേന്ദ്ര സർക്കാർ വിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളം ഏറ്റെടുത്ത് നടത്തുന്നു. കേരളത്തിലെ ആരോഗ്യ ആതുരാലയങ്ങൾ നോക്കൂ, ലോകോത്തര നിലവാരത്തിൽ മെച്ചപ്പെട്ട ഇടങ്ങളായി മാറുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും ഏറെ ശ്രദ്ധ പതിഞ്ഞ രണ്ട് മേഖല, നവലിബറൽ സാമ്പത്തിക നയം
അരുതെന്ന് പറഞ്ഞ, അങ്ങോട്ട് പോയേക്കരുതെന്ന് പറഞ്ഞ, നിക്ഷേപം നടത്തരുതെന്ന് പറഞ്ഞ രണ്ട് മേഖലകളാണ്. ഒന്ന് പൊതുവിദ്യാഭ്യാസത്തിലും മറ്റ് പൊതുജനാരോഗ്യത്തിലുമാണ്. അതൊരു ബദലാണ്. തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്കിൽ 2ാം സ്ഥാനത്താണ്. ഹരിയാന ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനം. ഒരു ചെറിയ സംസ്ഥാനമാണ്. പക്ഷെ നോക്കൂ, കേരളം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിരന്തരമായി തൊഴിൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ മേഖലകളെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നു. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നു. പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. എല്ലാ മേഖലയിലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. തീരുന്നില്ല. പുതിയ കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കഴിയുന്ന വിധം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പുണ്ടാക്കുന്നു. ഒരു സംശയവും വേണ്ട, ഈ വരുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ കുതിപ്പോടുകൂടി മുൻപോട്ട് പോകണമെന്ന ദിശയിലുള്ള വളരെ വ്യക്തമായ ചർച്ചകൾക്ക് DYFIയുടെ 15ാമത് സംസ്ഥാന സമ്മേളനം വേദിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസിക്കണ്ടേ? ആ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ മാത്രമല്ലേ, കണക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമല്ലേ കേരളത്തിലെ നിക്ഷേപങ്ങൾ ക്ഷണിച്ചു വരുത്താൻ കഴിയൂ? സമീപകാലത്ത് കേരളത്തിനെതിരെ ഉയർന്നു വരുന്ന സമരം, ഒരു വിഭാഗം പരിസ്ഥിതിവാദികൾ ഇറങ്ങുകയാണ്. ശ്രീ VD സതീശൻ പരിസ്ഥിതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വല്ലാത്ത ആശങ്കയാണ്. ടെലിവിഷൻ ചാനലിലും കന്റോൺമെന്റ് ഹൗസിലെയും KPCC ഓഫീസിലെയും വാർത്താ സമ്മേളനങ്ങളിലും മാത്രമാണ് നിങ്ങൾക്ക് കേരളിനെ വിമർശിക്കാൻ മാത്രമാണ്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് തടസ്സം നിൽക്കാൻ മാത്രമാണ് പരിസ്ഥിതി എന്ന പദം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. എന്നാൽ DYFI നിങ്ങളോട് വിരൽ ചൂണ്ടി വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, കേരളത്തിൽ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രസ്ഥാനം കൂടിയാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇവിടെ സൂചിപ്പിച്ചു ഈ കോവിഡ് കാലത്ത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളിൽ ചിലതിനെ കുറിച്ച്. റീസൈക്കിൾ കേരളയിലൂടെ 11 കോടി രൂപ ഞങ്ങൾ സമാഹരിക്കുമ്പോൾ ആക്രിപിറക്കിയും അധ്വാനിച്ചുമായിരുന്നു. കേരളത്തിന്റെ നദീതടങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ വാട്ടർ ബോഡികളിൽ നിന്ന്, ജലാശയങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ നിന്ന്, തെരുവുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന് ഈ ഭൂമിക്ക് ആഘാതമായിരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ, ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കേരളത്തിലെ യുവത്വം തെരുവിലിറങ്ങി സമാഹരിച്ച് വിൽപ്പന നടത്തിയത്, റീസൈക്കിൾ ചെയ്തത്. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ DYFI തീരുമാനിച്ചു. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പോകുമ്പോൾ DYFIയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും അതിന്റെ ഭാരവാഹികളും എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം സംസ്ഥാന സെക്രട്ടറിയോട് അവർ സംസാരിക്കുമെന്നും പറഞ്ഞു. പത്തനംതിട്ടയിൽ DYFIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടേക്കുള്ള പരമാവധി ദിവസങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനുള്ള അരി DYFIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി മോർണിംഗ് ഫാമിലൂടെ ഉൽപ്പാദിപ്പിച്ച അരി നമുക്ക് കൊടുക്കാൻ കഴിയും. എങ്ങനെയായിരുന്നു മോർണിംഗ് ഫാം എന്ന കോൺസെപ്റ്റ്? തരിശു കിടന്ന ഭൂമികൾ മാത്രം തിരഞ്ഞെടുക്കുന്നു. തരിശു കിടന്ന ഭൂമികൾ മാത്രം. രാവിലെ വ്യായാമത്തിനിറങ്ങുന്നതിന് പകരം, ജിമ്മിൽ പോകുന്നതിന് പകരം, പ്രഭാത സവാരിക്ക് പകരം രാവിലെ വരൂ, നമുക്ക് പണിയെടുക്കാം. ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങളാണ് തരിശു കിടന്ന ഭൂമികളിൽ DYFI ഉൽപ്പാദിപ്പിച്ചത്. അത് പൂവിന്റെ കൃഷി മുതൽ വ്യത്യസ്ത ഭക്ഷ്യവിഭവങ്ങൾ മുതൽ ഈ കേരളത്തിലെമ്പാടും DYFI ഉൽപ്പാദിപ്പിച്ച പരിസ്ഥിതിയിൽ നേരിട്ട് ഇടപെട്ട DYFIയുടെ ഇടപെടൽ. ഈ പരിസ്ഥിതിവാദികളായി നടക്കുന്ന കുറെ പേരുണ്ടല്ലോ, ഞാൻ ചോദിക്കുന്നു, ഈ മേലനങ്ങി ഈ പണി വല്ലതും എടുത്തിട്ടുണ്ടോ? വല്ലതും എടുത്തിട്ടുണ്ടോ? പരിസ്ഥിതിയിൽ നേരിട്ട് ഇടപെടുകയാണ്. പരിസ്ഥിതിക്ക് വിനാശമായ ആക്രി പറക്കി ടൺ കണക്കിനത് വിറ്റ് 11 കോടി രൂപ കേരളത്തിന്റെ പൊതുഖജനാവിലേക്ക് സംഭാവന ചെയ്തു കൊടുത്തൊരു മഹാപ്രസ്ഥാനത്തിന്റെ മുമ്പിലാണ് ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട പരിസ്ഥിതി എന്ന ടെലിവിഷൻ ചർച്ചയിൽ മാത്രം പറഞ്ഞു പരിചയിച്ചവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, പാടിക്കൊണ്ടേയിരിക്കുന്നത്. ഈ പണിയെടുക്കൂ സാർ മേലനങ്ങി, ഇതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വരൂ, ഈ പണിയെടുക്കൂ. കേരളത്തിന്റെ സമ്പത്ത്, കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ പരിസ്ഥിതിയുടെ മുൻമുലയിൽ നിർത്തിയാണ് ഇടതുപക്ഷ സർക്കാരിനെ ഇവർ വേട്ടയാടാൻ നോക്കുന്നത്. കേരയിൽ പദ്ധതിക്ക് തുരങ്കം വെക്കാൻ നോക്കുന്നത്.
കേരളം കാണുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വരാനിരിക്കുന്ന ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ പദ്ധതിയാണ് കേരയിൽ. എന്തുകൊണ്ട്? ലോകത്തുനിന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത് ഈ CFCയുടെ ക്ലോറോഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന കാർബൺ ബഹിർഗമനമാണ് പ്രശ്നം. കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ പരമാവധി വേണ്ടത് കാർബൺ വിമുക്ത പൊതുഗതാഗതത്തെ, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ലോകത്തെ എല്ലാ പരിസ്ഥിതി ഉച്ചകോടികളും ലക്ഷ്യം വെക്കുന്നത് ഈ ലക്ഷ്യത്തിലേക്കാണ്. ഇതാണ് പറയുന്നത്. എല്ലാ ലോകരാഷ്ട്രങ്ങളും പൊതുഗതാഗത സംവിധാനത്തെ, അത് കാർബൺ ബഹിർഗമനത്തെ കുറയ്ക്കുകയോ കാർബൺ ബഹിർഗമനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുമായ പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുക. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന കേരളയിൽ അത്തരത്തിലുള്ളൊരു പൊതുഗതാഗത സംവിധാനമല്ലേ? എത്ര സ്വകാര്യ വാഹനങ്ങളാണ് ഒഴിവാക്കാനാവുക? പരിസ്ഥിതിയുടെ പേര് പറയുകയാണ്. എന്തിന്റെ പേരിലാണ്? ഇതിന് തൊട്ട് മുമ്പ് വന്ന ഗെയിൽ, നിങ്ങൾ ആലോചിക്കണം. ഗെയിൽ വിരുദ്ധ സമരം നടന്നു. നടുറോഡിൽ നമസ്കാരപ്പാരയിട്ട് നമസ്കരിച്ചു, കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതൃത്വത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസ് പോയി അതിനോടൊപ്പം സഖ്യം ചേർന്നു. കലാപശ്രമമായിരുന്നല്ലേ? ഏതാ ആ ഗെയിൽ പൈപ്പിലൂടെ പോകുന്ന ഇന്ധനം? അവിടെയും പറയുന്നത് പരിസ്ഥിതിയുടെ കൊടിയാണ്. പരിസ്ഥിതി, അതിനെക്കുറിച്ച് അങ്ങോട്ട് പറയാ. ഞാൻ ചോദിക്കുന്നു, പരിസ്ഥിതി മൗലികവാദികളും കോൺഗ്രസും പറയുന്ന പരിസ്ഥിതി എന്താ? ഗെയിൽ പൈപ്പിലൂടെ പോകുന്ന ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LNG, മുൻനിരയിൽ നിൽക്കുന്ന ഗ്രീൻ എനർജി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന LNG, പരിസ്ഥിതി സൗഹൃദമായ ഇന്ധനം. LPGയുടെ ഉപയോഗം കുറയ്ക്കുകയും ഡീസലിന്റെയും ഉൾപ്പെടെയുള്ള മറ്റു വാതകങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും പകരമായി CNGയുടെയും LNGയുടെയും കടന്നുവരവിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു ന്യൂജൻ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹരിതവാതകം അല്ലെങ്കിൽ ഹരിത ഇന്ധനം എന്ന് വിശേഷിപ്പിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദമായ ഒരു ഇടപെടൽ കൂടിയാണത്. ഇന്ധനക്ഷമത കൂടുതലാണ്. CNGയിലേക്ക് മാറണം. ഡീസൽ പെട്രോൾ മാറി CNGയിലേക്ക് വരണം. CNGയിലേക്ക് വരണമെങ്കിൽ LNGയുടെ ഈ ഗതാഗതം, ഈ പൈപ്പ് ലൈൻ വരണം. ഇവിടെ അതിന്റെ ലഭ്യത വർദ്ധിപ്പിക്കണം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ കപട പരിസ്ഥിതിവാദമല്ലേ? പരിസ്ഥിതി മൗലികവാദം ഈ കേരളത്തെ എവിടെയെങ്കിലും എത്തിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്ന കേരയിൽ പദ്ധതി, മലയോര ഹൈവേ, ദേശീയ ജലപാത, തീരദേശ ഹൈവേ, വരാനിരിക്കുന്ന ഇപ്പോൾ വളരെ വേഗതയിൽ, മിന്നൽ വേഗതയിൽ പണി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത വികസനം, വിവിധ ബൈപ്പാസുകൾ, കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണം. 1980-കൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് ഒരു കൗമാരക്കാരൻ, ഒരു ചെറുപ്പം പാസ്പോർട്ട് സംഘടിപ്പിച്ച്, വിസ സംഘടിപ്പിച്ചു നേരെ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിരുന്നു, കുടിയേറ്റം ചെയ്തിരുന്നു. പക്ഷേ കേരളം ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങളിൽ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വന്നു. അവിടേക്കുള്ള പ്രവാസം കുറഞ്ഞിട്ടുണ്ട്. പ്രവാസത്തിന്റെ പുതിയ ഇടങ്ങൾ മലയാളി തേടിയിട്ടുണ്ട്, യൂറോപ്പിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും. അത് വേറൊരു കാര്യം. പക്ഷെ പ്രധാനമായും സാധാരണക്കാർ കൂടുതൽ ആശ്രയിച്ചിരുന്ന ഈ GCC രാജ്യങ്ങളിലേക്കുള്ള പ്രവാസത്തിൽ വലിയ തിരിച്ചൊഴുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂട്ടത്തോടെ തൊഴിൽ നിഷേധവുമാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗവും കേരളത്തിൽ ഇപ്പോഴുള്ള പരിമിതമായ പൊതുമേഖലാ ശൃംഖലയും പരിമിതമായ സ്വകാര്യ നിക്ഷേപങ്ങളിലെ തൊഴിലവസരങ്ങളും മാത്രം വെച്ച് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക സാധ്യമാണോ? തൊഴിലെന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക സാധ്യമാണോ? അല്ല. കേരളം മാറണം. ഉൽപാദന മേഖലയിൽ കൂടുതൽ നിക്ഷേപ സൗഹൃദമാകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറണമെങ്കിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കാതലായ മാറ്റമുണ്ടാകണം. ആ ലക്ഷ്യത്തോടു കൂടി ഒരു സർക്കാർ മുൻപോട്ട് പോകുമ്പോൾ DYFI പരിപൂർണമായും കേരയിൽ പദ്ധതിയുടെ നടപ്പിലാക്കലിനും ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഈ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും DYFI പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ആ പിന്തുണയെ കൂടുതൽ അടിവരയിടുന്നതായിരിക്കും വരാനിരിക്കുന്ന സമ്മേളനം എന്ന കാര്യത്തിൽ സംശയമില്ല.
കേരളത്തെ വലതുപക്ഷവൽക്കരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. കേരളത്തെ വലതുപക്ഷവൽക്കരിക്കാനുള്ള ശ്രമം സംഘടിതമായി നടക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ മടക്കിക്കൊണ്ടുവരാൻ, കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ, ഭക്ഷണത്തിൽ പോലും വർഗീയതയുടെ വിഷം കലർത്താൻ കൂടുതൽ ജാഗരൂകമായി, കൂടുതൽ ശക്തമായി, കരുതലോടെ കേരളം മുൻപോട്ട് പോകേണ്ട ഒരു കാലമാണിത് എന്നത് കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. വർഗീയ വിഭജനം സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം തന്നെ കേരളത്തിലെ അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ശാസ്ത്രവിരുദ്ധതയിലേക്കും കേരളത്തെ കൊണ്ടുചെത്തിക്കുന്നതിനുമുള്ള സംഘടിതമായ പരിശ്രമം ഇവിടുത്തെ വലതുപക്ഷം നടത്തുന്നുണ്ട്. ഇതിനെതിരെ നല്ല ജാഗ്രത ഉണ്ടാകേണ്ട ഒരു കാലമാണ്. ഒരു സംശയവും വേണ്ട. ഈ പ്രവർത്തനത്തിൽ നിർണായകമായ നേതൃപരമായ തീരുമാനമെടുത്ത് പ്രവർത്തിക്കേണ്ട കൂട്ടർ കേരളത്തിലെ ചെറുപ്പം തന്നെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഡിവൈഎഫ്ഐ കേരളത്തിൻ്റെ യൗവനത്തിൻ്റെ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു യുവജന സംഘടന എന്ന നിലയിൽ വലതുപക്ഷവൽക്കരണത്തിനെതിരായ സമരം ശക്തിപ്പെടുത്തേണ്ട ആവശ്യം ഡിവൈഎഫ്ഐ കൂടുതൽ തിരിച്ചറിയുന്നു. അവിടെ കൂടുതൽ ശ്രമകരമായ സാർത്ഥകമായ തീരുമാനങ്ങൾക്ക് ഭാവിയിൽ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ കൂടുതൽ സയൻസ് ടെമ്പർ വർദ്ധിപ്പിക്കാൻ, ശാസ്ത്രാഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് കേരളത്തിൽ ശക്തിപ്പെടുത്തേണ്ടതിനെ സംബന്ധിച്ച് വർഗീയതയ്ക്കെതിരായ സമരങ്ങളിൽ ദിശാസൂചികയായി മാറാൻ കഴിയുന്നതായിരിക്കും പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്ന 15ാമത് സംസ്ഥാന സമ്മേളനം എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ കേരളത്തിലെ UDF, കേരളത്തിലെ കോൺഗ്രസ് മാറ്റമുണ്ടാക്കാൻ വേണ്ടി പല പരീക്ഷണങ്ങളും നടത്തുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് തകർത്തരിപ്പണമായത്? ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. ഒരു പ്രയോഗമുണ്ട്, മലപ്പുറം ലീഗിനുള്ളതാണെങ്കിൽ പത്തനംതിട്ട കോൺഗ്രസിനുള്ളതാണ്. പരിണിതപ്രജനായൊരു കോൺഗ്രസ് നേതാവ് പണ്ടൊരിക്കൽ പത്തനംതിട്ട ജില്ലാ രൂപീകരണ ഘട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. അങ്ങനെയായിരുന്നു ലക്ഷണമൊത്ത ഒരു വലതുപക്ഷ ജില്ല. പക്ഷേ നോക്കൂ, ഇന്ന് പത്തനംതിട്ട ഒരു സമ്പൂർണമായ ഇടതുപക്ഷ ജില്ലയായി എങ്ങനെ മാറി? സഖാവ് ജനീഷ് കുമാർ ഇവിടെ സൂചിപ്പിച്ചു. ഒരു കാലത്ത് യുവജന സംഘടനാ പ്രവർത്തനം പോലും അപ്രാപ്യമായിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പം, വലതുപക്ഷ കുടുംബങ്ങളിലെ ചെറുപ്പം ഡിവൈഎഫ്ഐയുടെ കൊട്ടിപ്പിടിച്ച് നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന അനുഭവം എങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായി, കേരളത്തിലുണ്ടായി? ഇടതുപക്ഷത്തെ കൂടുതൽ അടുത്തറിയാനുള്ള അവസരം ലഭിക്കുകയായിരുന്നു. കോൺഗ്രസ് എന്തുകൊണ്ട് വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പാഴ്വസ്തുവായി മാറി? കോൺഗ്രസ് ജനാധിപത്യം നഷ്ടപ്പെട്ട ഒരു സംഘടനയായി മാറി. ഞാൻ ചോദിക്കട്ടെ, KPCC പ്രസിഡന്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശ്രീ VD സതീശനാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ റോൾ മോഡലായി ഉയർത്തിക്കാണിച്ചയാൾ. അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമേറ്റെടുത്തപ്പോൾ പറഞ്ഞത്, ഇതാ ഇനി പ്രൊഡക്റ്റീവ് പൊളിറ്റിക്സിന്റെ കാലമായിരിക്കും. ശ്രീ VD സതീശനോട് ഞങ്ങൾ ചോദിക്കുന്നു, പ്രൊഡക്റ്റീവ് പൊളിറ്റിക്സ് ഗ്രൂപ്പ് യോഗം ചേർന്നാണോ തീരുമാനിക്കുന്നത്? ഇനി പ്രൊഡക്റ്റീവ് പൊളിറ്റിക്സിന്റെ ആളായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഈ ഗ്രൂപ്പുകളോടൊക്കെ എനിക്ക് പരമപുച്ഛമാണ്. ഗ്രൂപ്പ് എന്ത് തരം വൃത്തികെട്ട ഏർപ്പാടാണ്, ഇനി ഗ്രൂപ്പ് ഉണ്ടാകില്ല, ഗ്രൂപ്പ് ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് പറഞ്ഞു, ഇനി കോൺഗ്രസിനകത്ത് ഗ്രൂപ്പില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ട് കോൺഗ്രസിൽ 2 ഗ്രൂപ്പായിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൽ 5 ഗ്രൂപ്പാണ്. KC വേണുഗോപാൽ ഗ്രൂപ്പ്, VD സതീശൻ ഗ്രൂപ്പ്, K സുധാകരൻ ഗ്രൂപ്പ്, ഉമ്മൻചാണ്ടി ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞു നോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോൺമെന്റ് ഹൗസ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയാണ്. VD സതീശന്റെ ഔദ്യോഗിക വസതിയിൽ, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ KPCC പ്രസിഡന്റ് രഹസ്യാന്വേഷണം നടത്താൻ രാത്രിയിൽ ഒളിഞ്ഞു നോക്കാൻ ആളെ വിടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പെഗാസസ് ഉപയോഗിച്ച് തന്റെ രാഷ്ട്രീയ എതിരാളികളെയും തന്റെ പടയിൽപ്പെട്ടവരെയും നരേന്ദ്രമോദി പിന്തുടർന്നതുപോലെ K സുധാകരൻ ഇതാ VD സതീശനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പെഗാസസ് പ്രസിഡന്റായി കേരളത്തിലെ KPCC പ്രസിഡന്റ് മാറി. പെഗാസസ് പ്രസിഡന്റാണെന്ന് KPCC പ്രസിഡന്റ് സുധാകരൻ. ഒളിഞ്ഞുനോട്ടത്തിന്റെ ഇരയായി മാറുന്നത് VD സതീശനാണ്. നിങ്ങൾ ആലോചിക്കണം, ശ്രീ VD സതീശൻ സ്വകാര്യമായ ഒരിടത്ത് പോലുമല്ല ഗ്രൂപ്പ് യോഗം ചേർന്നത്. ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലാണ്. കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഏതു കാലമാണിത്? രാജ്യം അപകടകരമായ പ്രതിസന്ധി. ഇത് ഇവിടെ പറയുന്നു. ഇപ്പോൾ ഒരു കാലത്ത്
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് തോറ്റുപോയാൽ അയ്യോ തകർന്നു പോകും എന്നാണ്. ജയിച്ചെടുത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? പഞ്ചാബിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? 4 or 5 ഗ്രൂപ്പാണ്. 10-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇനി എത്ര പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്ന് അപ്പൊ കാണാം. തൊട്ടപ്പുറമുള്ള രാജസ്ഥാനിൽ കടുത്ത ഗ്രൂപ്പാണ്. കോൺഗ്രസ് പ്രചരിപ്പിച്ചത് ഞങ്ങൾ ഭരണത്തിൽ നിന്ന് പോയാൽ ഞങ്ങൾ തകർന്നു പോകുമെന്നാണ്. അപ്പം ഭരണത്തിൽ വന്നിടത്തും നിങ്ങൾ തകരുകയാണല്ലോ. രാഷ്ട്രീയം നഷ്ടപ്പെട്ടു പോയി, രാഷ്ട്രീയ വീക്ഷണം നഷ്ടപ്പെട്ടു. അപകടകരമായ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രമാണ് വേണ്ടത്, ഹിന്ദുക്കളുടെ കയ്യിൽ ഭരണം വേണമെന്ന് പ്രഖ്യാപിക്കുകയാണ് രാജസ്ഥാനിൽ റാലി നടത്തി ശ്രീ രാഹുൽ ഗാന്ധി. നോക്കൂ, കോൺഗ്രസിന്റെ നയപ്രഖ്യാപനമാണ്. കോൺഗ്രസിന് ഇന്ത്യയിൽ എവിടെയും ഒരിടത്ത് സംഘപരിവാറിന് ബദലായി മാറാൻ കഴിയുന്നില്ല. അത് രാഷ്ട്രീയ നിലപാടിന്റെ കാര്യത്തിലാകട്ടെ, സാമ്പത്തിക സമീപനത്തിന്റെ കാര്യത്തിലാകട്ടെ. കേരളത്തിലും കോൺഗ്രസ് ഇങ്ങനെ ഓരോ നിമിഷവും അവസാനിച്ചു കൊണ്ടിരിക്കുന്നത്, ആളൊഴിയുന്ന ഇടമായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു സംശയവും വേണ്ട. കോൺഗ്രസിന്റെ രാഷ്ട്രീയമില്ലായ്മയാണ്, നയമില്ലായ്മയാണ്, ജനവിരുദ്ധ നയമാണ്, വർഗീയതയോടുള്ള സന്ധി ചെയ്യലാണ്. എന്തുതന്നെയായാലും ആ കോൺഗ്രസ് BJPയോടൊപ്പം ചേർന്ന്, സംഘപരിവാരത്തോടൊപ്പം ചേർന്ന് കേരളത്തിന്റെ ഇടതുപക്ഷ പുരോഗമന സ്വഭാവങ്ങളെ അപ്രസക്തമാക്കാൻ കഴിയുന്ന വിധം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ്. 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് പത്തനംതിട്ട വേദിയാകുമ്പോൾ സഖാവ് സന്ദീപിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്കരികിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. സഖാവ് ഹക്കിന്റെയും കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയ സഖാവ് മിഥിലാജിന്റെയും ജ്വലിക്കുന്ന ഓർമ്മകൾ. ഈ കഴിഞ്ഞ 2018 മുതൽ 2022 നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ, നമ്മളിവിടെ ഒരുമിച്ച് ചേരുമ്പോൾ നഷ്ടപ്പെട്ട ഒരുപാട് പേരുകൾ, ഹക്ക് മുഹമ്മദും മിഥിലാജും, കാസർഗോട്ട് മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തിയ സഖാവ് ഔഫ് അബ്ദുർ റഹ്മാനും, തൃശ്ശൂരിൽ RSSകാർ കൊലപ്പെടുത്തിയ സഖാവ് സനൂപും, മുൻ DYFI നേതാവ്, ഈ അടുത്ത കാലത്ത് DYFI വിട്ടുപോയെങ്കിലും പത്തനംതിട്ടയുടെ നഷ്ടമായ കണ്ണുനീരായ സഖാവ് സന്ദീപും ഉൾപ്പെടെ. ഏകപക്ഷീയമായ വേട്ടയാടലുകൾക്കാണ് കേരളത്തിലെ പുരോഗമന യുവജന പ്രസ്ഥാനം ഈ കാലയളവിൽ ഇരവൽക്കരിക്കപ്പെട്ടത്. സഖാവ് ധീരജ് SFIയുടെ നേതാവായിരുന്നു. നിഷ്ഠൂരമാം വിധം കൊല ചെയ്യപ്പെട്ടു. കൊന്നതിനു ശേഷമോ ആ കൊലപാതകത്തെ നിർലജ്ജം ന്യായീകരിക്കുകയായിരുന്നു KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ചെയ്തത്. കത്തി കയ്യിൽ കരുതിക്കൊള്ളാൻ അദ്ദേഹം വീണ്ടും ആഹ്വാനം കൊടുക്കുകയാണ്. കൊന്നുകൊള്ളൂ എന്ന് സന്ദേശം നൽകുകയാണ്. ഏകപക്ഷീയമായി ഇടതുപക്ഷത്തെ വേട്ടയാടുന്നു, DYFI പ്രവർത്തകരെ വേട്ടയാടുന്നു. പക്ഷേ വേട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ സമരയവനം ത്യാഗനിർഭരമായ വഴികളിൽ ലക്ഷ്യബോധത്തോടെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് മുൻപോട്ട് പോകുമെന്ന് ഈ നല്ല നാടിന് DYFI ഉറപ്പു നൽകുകയാണ്. നാടിന്റെ സമാധാനം തകർക്കുകയല്ല, മറിച്ച് നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും ഈ നാടിനെ കൂടുതൽ പുരോഗമന സ്വഭാവത്തിലൂടെ കൈപിടിച്ചു നടത്തിക്കുന്നതിനും ഈ നാടിന്റെ യുവത്വത്തെ, വരുന്ന തലമുറയെ കൂടുതൽ പ്രാപ്തമാക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു യുവജന പ്രസ്ഥാനമായി DYFI മുൻപോട്ട് പോകും. അതിന് കൂടുതൽ കരുത്ത് പകരാൻ പത്തനംതിട്ടയുടെ ചരിത്രത്തിലാദ്യമായി ഈ ജില്ല ഇതാ ആതിഥേയത്വം വഹിക്കുകയാണ്. DYFIയുടെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് അതിന് പ്രൗഢഗംഭീരമാർന്ന തുടക്കമായി ഞാൻ ഈ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലെ നിറസാന്നിധ്യത്തെ ഞാൻ കാണുകയാണ്. ഇവിടുത്തെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ വ്യത്യസ്ത മേഖലകളിലെ പൗരപ്രമുഖർ ഒക്കെ ഇവിടെ അണിനിരക്കുമ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. DYFIയുടെ 15ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ഈ സ്വാഗത സംഘ രൂപീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. അഭിവാദനങ്ങൾ.